ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫഹം ചിക്കൻ മന്തി. ചിക്കൻ മന്തിയുടെ ചിക്കൻ്റെ പ്രിപ്പറേഷന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അൽഫാം ചിക്കൻ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റിയാണ് ആക്ച്വലി. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇതാണ് കൂടുതൽ ഇഷ്ടം. നല്ല ഗ്രിൽഡ് അറേബ്യൻ ചിക്കൻ്റെ ഒപ്പം നല്ല ഫ്ലേവർഫുൾ ഫ്രേഗ്രൻ്റ് ആയിട്ടുള്ള റൈസ് എല്ലാവർക്കും വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ഓവൻ വേണ്ട, ഗ്രില്ലൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റും ഈ റെസിപ്പി. അപ്പോൾ അൽഫാം ചിക്കനും മന്തി റൈസും എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ 1.25 കിലോ അല്ലെങ്കിൽ 1.5 കിലോൻ്റെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കിന്നൊക്കെ കളഞ്ഞിട്ട് പകുതി വെച്ച് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് 4 പീസാക്കി ഇതുപോലെ. അപ്പോൾ നടുക്ക് വരുന്ന ആ കഴുത്തും വിങ് ടിപ്സും അതിൻ്റെ നടുക്ക് വരുന്ന എല്ലൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ 4 പീസ് എടുത്ത് ഇതുപോലെ ഒരു ബാഗിലിട്ടിട്ട് ഒരു കിച്ചൺ ഹാമർ അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ചപ്പാത്തി കുഴൽ വെച്ചിട്ട് പതുക്കിനെ ഒന്ന് ഇടിച്ചു കൊടുക്കണം. ആ മീറ്റ് ഒന്ന് ടെൻഡറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കൂടുതൽ അമർത്തി ഇടിക്കരുത്. ചിക്കൻ്റെ മീറ്റ് ഇങ്ങനെ ഉടഞ്ഞു പോകരുത്. ടെൻഡറൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ലൈറ്റായിട്ടൊന്ന് ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുക്കാം. മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മാരിനേഷൻ്റെ. അങ്ങനെ എല്ലാ പീസും നമുക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം നന്നാക്കി കഴിഞ്ഞിട്ടുള്ള വെയിറ്റാണ് കറക്റ്റ് 1 കിലോ. ബാക്കി ഞാൻ പറഞ്ഞ പോലെ മാറ്റി വെച്ചിട്ടുണ്ട് സ്റ്റോക്ക് ഉണ്ടാക്കാൻ. ഇതിനി നമുക്ക് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യുന്ന മുമ്പ് വെള്ളം തീരെ ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മാരിനേഷനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നന്നായിട്ട് അരച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരേ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളി. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇവിടെ ആദ്യം ഉപ്പ് ചേർക്കുന്നില്ല. ഈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ആദ്യം ഒന്ന് പരട്ടി വെക്കണം. 30 മിനിറ്റ് ഇത് പരട്ടി മാറ്റി വെക്കണം. ആ സമയത്ത് ബാക്കി സെക്കൻഡ് മാരിനേഷന് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിന് കുറച്ച് സ്പൈസസ് ആണ് ആദ്യം വേണ്ടത്. 5-6 ഉണക്കമുളക്, എരിവനുസരിച്ച്. അത് നമുക്കൊരു ഡ്രൈ പാനിലേക്ക് ഇടാം. ഇതിൻ്റെ ഒപ്പം 1.5 ടേബിൾ സ്പൂൺ മല്ലിക്കുരു, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 4 പച്ച ഏലക്ക, 5 ഗ്രാമ്പൂ, ഒരു ചെറിയ സ്റ്റിക്ക് സിനമൺ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ആ സ്പൈസസ് ഒന്ന് പൊട്ടി തുടങ്ങണ വരെ നല്ലൊരു മണവും വരും. കൂടുതൽ നേരം വേണ്ട, കാരണം പെട്ടെന്ന് കളറ് മാറിപ്പോവും. കളർ മാറിയാൽ അതിൻ്റെ ഒപ്പം ടേസ്റ്റും വ്യത്യാസപ്പെടും. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്പൈസസ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനി മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി കുറച്ച് ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ചെറിയ പച്ചമുളക് എരിവുള്ളത് ഞാൻ 2 ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. ഇതിൻ്റെ ഒപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില, ഒരു വലിയ കൈപ്പിടി, ഒരു ടൊമാറ്റോ ആഡ് ചെയ്യണതുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ചെറിയ സവാള ഏകദേശം ടൊമാറ്റോൻ്റെ പകുതി അളവ് മതിയാവും, കൂടുതൽ വേണ്ട. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അരച്ച് നമുക്കൊരു പേസ്റ്റ് ആക്കാം ഇതുപോലെ. എന്നിട്ട് നമുക്ക് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് ഈ സെക്കൻഡ് മാരിനേഷനും കൂടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം 3/4 മുതൽ 1 കപ്പ് വരെ നല്ല കട്ടിത്തൈര്. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന തൈരിന് കുറച്ച് നല്ല പുളിയുള്ള തൈരാണ്. പുളി കുറവുള്ള തൈരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാരങ്ങനീരിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടിക്കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒപ്പം ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ കബ്സ മസാലപ്പൊടി. ഞാൻ കബ്സ മസാലപ്പൊടിയുടെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. വളരെ നല്ല റെസിപ്പിയാണ്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൻ്റെ ഒപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പ് പാകത്തിന് 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്.
വേണം എങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലിന് പകരം ഓലിവ് ഓയിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് മാരിനേഷൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇത് പരത്തിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂർ, പിന്നെ രാത്രി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അടുത്ത ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ സ്റ്റോക്കിന് വേണ്ടി 6 വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെ 3 കഷ്ണം ഇഞ്ചി, ഏകദേശം വെളുത്തുള്ളിയുടെ പകുതി അളവിൽ ഇഞ്ചി, ഇതൊന്ന് ചതച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 2-3 സ്റ്റോക്ക് സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ ഇതെല്ലാം ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു പാത്രത്തിൽ 6 കപ്പ് വെള്ളം, 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലിയുടെ കപ്പാണ്. അതിലേക്ക് നമ്മൾ ചിക്കൻ നന്നാക്കിയപ്പോൾ വന്ന ആ മിഡ് സെക്ഷൻ, ആ കഴുത്തും ആ എല്ലിൻ്റെ ഭാഗം നടുക്കുന്ന് വെട്ടി മാറ്റിയതും വിങ് ടിപ്സും അതുപോലെ കുറച്ച് സ്കിന്നും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സ്പ്രിംഗ് ഓണിയൻ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ട് 20 മിനിറ്റ് ഒന്ന് സിമർ ചെയ്യണം. 20 മിനിറ്റിന് ശേഷം അത് അങ്ങനെ തന്നെ അടച്ചു വെക്കണം, ഒരു 20 മിനിറ്റ് ആയെങ്കിലും. അപ്പോഴാണ് സ്റ്റോക്ക് സ്ട്രെയിൻ ചെയ്യാൻ റെഡി ആവുന്നത്. ഈ സമയത്ത് 3 കപ്പ് ബാസ്മതി നന്നായി കഴുകി വെള്ളം ക്ലീൻ ആവണ വരെ എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. 20 മിനിറ്റ് ടൈമർ വെക്കാം, കൂടുതൽ നേരം വേണ്ട. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് 20 മിനിറ്റ് അടച്ചു വെച്ചിരുന്നു. തിളപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നല്ല ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് റൈസിന് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിന് വേണ്ടി 4 ടീസ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെളുത്ത ഭാഗവും ഇലകളും ഒക്കെ ഉണ്ട്. 4 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 4 ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ്, ഒന്നും കൂടി ഫ്ലേവർ നന്നാക്കാനാണ് ചിക്കൻ സ്റ്റോക്കിൻ്റെ. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം 4 ടീസ്പൂൺ വീതമായിരുന്നു. ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റാം. ഇതിൻ്റെ കളറ് തീരെ മാറിപ്പോകരുത്, നല്ലൊരു മണം വന്നാൽ മതി, ഫ്രേഗ്രൻസ് വന്നാൽ മതി. ഇതിലേക്ക് ആ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഇട്ടിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷമാണ്. 3 മണിക്കൂറോ അല്ലെങ്കിൽ രാത്രി വെച്ചിരുന്ന ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അത് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തണുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും നല്ല ഫ്ലേവറിന് വേണ്ടി രാത്രി മാരിനേറ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, ഒന്ന് ഇളക്കിയാൽ മതി. ഇതിലേക്ക് 2 കറുകയില, ബേ ലീവ്സ്, അതുപോലെ 1/2 ടീസ്പൂൺ കപ്സ മസാലപ്പൊടി, ഒരു വലിയ നുള്ള് അല്ലെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ക്യാപ്സിക്കം ഒന്നും ഒരുപാട് സോഫ്റ്റായി പോകണ്ട. ഇതിലേക്ക് ഒരു 4-5 അല്ലെങ്കിൽ പാകത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം, മുഴുവനോടുകൂടി വെട്ടണമൊന്നുമില്ല. ഈ പച്ചമുളക് റൈസിൽ കിട്ടുമ്പോൾ ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനി നമ്മൾ ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ സ്ലൈസ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ക്യാരറ്റ് ഈ റൈസിൽ ഉള്ളപ്പോൾ. കൂടുതൽ വേണ്ട, ഇത്രയും ക്യാരറ്റ് ഇട്ടാലും മധുരമൊന്നും ഉണ്ടാവില്ല റൈസിന്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കപ്പ് അളവിൽ 6 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും, കുറച്ച് നേരം തിളച്ചതല്ലേ ചിക്കൻ സ്റ്റോക്ക്. അപ്പോൾ കറക്റ്റ് 6 കപ്പാവാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൃത്യം 6 കപ്പ് വെള്ളമാണ്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലി. ഇതിലേക്ക് ഇനി ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം. ചിക്കൻ സ്റ്റോക്കിന് ഉപ്പുണ്ട്, എന്നാലും കുറച്ച് ഉപ്പ് വേണം. 2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി, ഒരുപാട് നേരം തിളക്കരുത്. തിളച്ച ഉടനെ നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. അതിനു മുമ്പ് ഒരു ഡ്രൈഡ് ബ്ലാക്ക് ലൈം ഇതുപോലത്തേത് ലൂമി ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിളച്ച ഉടനെ ആ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒരു തിള വന്നതിന് ശേഷം ഇത് ഫ്ലെയിം വളരെ കുറവിലിട്ടിട്ട് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം, വെള്ളം വറ്റി വരുന്ന വരെ. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കേണ്ട ആവശ്യമില്ല, ഇളക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. നല്ല ടൈറ്റായിട്ടുള്ള ഫിറ്റിംഗ് ലിഡ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നോക്കിയാൽ മതി അടിയിൽ നിന്ന് വെള്ളം മുഴുവൻ പോയിട്ടില്ലേന്ന്. അപ്പോൾ ചിക്കൻ അരമണിക്കൂർ ഞാൻ പുറത്ത് വെച്ചു. ഞാൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്.
അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രില്ലും ഓവനും ഒന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലൊരു പാത്രത്തിൽ മൂടി, നല്ല ടൈറ്റ് മൂടിയുള്ള പാത്രമായിരിക്കണം. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോഴേക്കും മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഒരു ലെയറിൽ ഇട്ട് കൊടുക്കാം. തീരെ ഓവർലാപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത്തിരി ഹൈറ്റുള്ള പാത്രമാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പകുതി ഒരു ഫ്രൈയും പകുതി ഒരു സ്റ്റീമിങ് മെത്തഡാണ്. അല്ലാണ്ട് ഫുള്ള് ഫ്രൈ അല്ല, ഡീപ്പ് ഫ്രൈ അല്ല, പതുക്കനെ ആവുള്ളൂ അത് ആ ഒരു ബ്രൗൺ കളറ്. അങ്ങനെ മൂടി വയ്ക്കാം നമുക്കൊരു ലോ ഫ്ലെയിമിൽ. ഇവിടെ 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം വെള്ളം വറ്റിപ്പോയിട്ടുണ്ടോയെന്ന് ചോറിന്. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറ് വെള്ളം പോയതിന് ശേഷം വേഗം ഒന്ന് മറിച്ചെടുക്കാം, പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ കൂടുതലുള്ള ആവി അടിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഇട്ട് കുഴക്കരുത്. ചോറ് ഇപ്പോഴും വളരെ ചൂടായിട്ടിരിക്കുമ്പോൾ കുഴച്ചാൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കത് മൂടി മാറ്റി വയ്ക്കാം ചിക്കൻ റെഡി ആവണ വരെ. അപ്പോൾ ഈ സമയത്ത് കിച്ചണിലുണ്ടാവുന്ന മണം വളരെ ഒന്നും പറയാനില്ല. മന്തി റൈസിൻ്റെ മണം, ചിക്കൻ റെഡി ആവണ മണം എല്ലാവരും ചോദിച്ചു തുടങ്ങും ആയോ എന്ന്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു സ്റ്റീമിങ്ങും ഫ്രൈയിങ് കമ്പൈൻഡ് മെത്തഡിൽ ചിക്കൻ കുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഹൈറ്റുള്ള പാത്രമാണെങ്കിലും അതും നല്ലതാണ്, കാരണം ഒന്നും കൂടി സ്റ്റീം ഉണ്ടാവും. പക്ഷെ ഒരു ലെയറിൽ കിടക്കാൻ മാത്രമുള്ള അത്രയും വട്ടം വേണം നമ്മുടെ പാത്രത്തിന്, അത് ശ്രദ്ധിക്കണം. പിന്നെ നല്ലൊരു ടൈറ്റ് മൂടിയും ഉണ്ടാവണം. അപ്പോൾ ഒരു സൈഡ് കുറച്ച് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വലിയ പീസ് മറിക്കാൻ റെഡി ആയിട്ടില്ല. ചെറിയ പീസ് ആദ്യം മറിച്ച് കൊടുത്തു. ഇനി രണ്ടാമത് നമുക്ക് വലിയ പീസസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 4 പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ശരിക്കും ഒരു ഗ്രിൽ ചെയ്ത എഫക്റ്റാണ് കിട്ടുന്നത്. ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിം ആയിരിക്കണം. ഫ്ലെയിം തീരെ കൂട്ടി വെച്ചിട്ടില്ല. അതുപോലെ കുക്കിംഗ് ടൈമിൽ ഇത് മൂടി വെക്കാനും മറക്കരുത്. അങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് വളരെ ടെൻഡറായിട്ട് വരികയും ചെയ്യും. എന്നാൽ പുറമേ ഒരു ഗ്രിൽ ചെയ്ത, ശരിക്കും ഒരു നമ്മൾ പാനിൽ ഗ്രിൽ ചെയ്ത പോലത്തെ ഒരു ഇത്തിരി ചാർ മാർക്സൊക്കെ വരും കുറച്ച് നേരം കഴിയുമ്പോൾ. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നേരം പാനിൽ വെക്കരുത്, കാരണം ഇനി ഫ്രൈ ആയി തുടങ്ങും, എന്നിട്ട് ടേസ്റ്റ് മാറും. ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിൽ പറ്റി കൊടുക്കാം, ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഒരു മോയിസ്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത റൈസിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ബാർബിക്യൂ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ നല്ല ചൂടാക്കിയിട്ട് ചെറിയ ടംബ്ലറിൽ അതിൻ്റെ മുകളിൽ ഓയിൽ ഒഴിച്ചപ്പോൾ അത് നന്നായിട്ട് പുകഞ്ഞിട്ടുണ്ട്. ടൈറ്റായിട്ടൊരു മൂടിയും ഒരു വെയിറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് ആ റൈസിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് ഇട്ട് കൊടുത്തിരുന്നു മുകളിൽ. അപ്പോൾ സ്മോക്ക് തീരെ പോകാണ്ടിരിക്കാൻ ഇതുപോലെ ഒരു വെയിറ്റ് ഇട്ട് കൊടുത്തു. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്നാൽ ആ റൈസിനും ചിക്കനും രണ്ടിനും ഒരു സ്മോക്കി നല്ലൊരു ബാർബിക്യൂ ഫ്ലേവറും മണമൊക്കെ വരും. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യണം. ചോറിൻ്റെ ചൂടാറാൻ വെയിറ്റ് ചെയ്യരുത്. നല്ല ചൂടോടുകൂടി ഈ അൽഫഹാം ചിക്കൻ വീട്ടിലുണ്ടാക്കിയതും മന്തി റൈസും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ബിരിയാണി ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ചിക്കൻ ഇതേപോലെ തന്നെ നമുക്ക് ബാർബിക്യൂ ചെയ്യാം. ഡിസ്പോസിബിൾ ബാർബിക്യൂവിൽ ചെയ്യണ മെത്തേഡ് ഞാൻ എൻ്റെ പഴയ അൽഫഹാം ചിക്കൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഗാർലിക് സോസ്, സലാത്ത ഹര, ഇതിൻ്റെയൊക്കെ വീഡിയോസ് മുമ്പ് ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അതിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഷാനാസ് സ്പൈസസ് ഒരുപാട് നല്ല റെസിപ്പീസ് ഇനിയും വരാനുണ്ട്. ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും എനിക്കൊരു ഫോട്ടോ അയക്കണം. എൻ്റെ ഇമെയിൽ അഡ്രസ്സ് recipesarsimple@gmail.com. ഷാനാസ് സ്പൈസസ് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. ഈ വീഡിയോൻ്റെ അവസാനം അതിൻ്റെ QR കോഡ് കാണാം, സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ട ഉടനെ ഒരു കമൻറ്റ് ഇടുക, അഭിപ്രായം പറയണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.